ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ തർക്കങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. പ്രാദേശിക ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണത്. നിർണായകമായ കടൽപാതകൾ സുരക്ഷിതമാക്കാനും വിശാലമായ പ്രകൃതി വിഭവങ്ങൾ ആക്സസ് ചെയ്യാനും സൈനിക വ്യാപ്തി വർദ്ധിപ്പിക്കാനും ഈ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലൂടെ ചൈനയ്ക്ക് സാധിക്കും. എന്താണ് ദക്ഷിണ ചൈന കടലിൽ സംഭവിക്കുന്നത്? നിലവിൽ ചൈനയ്ക്കൊപ്പം പടവെട്ടുന്നത് ആരൊക്കെ? ഏതൊക്കെ പ്രദേശങ്ങൾക്കു വേണ്ടിയാണ് സംഘർഷം നേരിടുന്നത്? എല്ലാം വിശദമായി പരിശോധിക്കാം. സ്കാർബറോ ഷോൾ എന്നത് ചൈന ആധിപത്യം വഹിക്കുന്ന ഒരു നിർണായക പ്രദേശമാണ്. സ്കാർബറോ ഷോൾ എന്ന തന്ത്രപ്രധാനമായ പ്രദേശം ചൈനയ്ക്കും ഫിലിപ്പീൻസിനും ഇടയിലുള്ള ഒരു പ്രധാന ഫ്ലാഷ് പോയിന്റാണ്. 2012 ബെയ്ജിംഗ് കൂട്ടിച്ചേർത്ത സ്കാർബറോ ഷോളിന്റെ മേലുള്ള നിയന്ത്രണം ഈ മേഖലയിലെ സമുദ്ര ഗതാഗതം നിരീക്ഷിക്കുന്നതിനും നിയന്ത്രണത്തിനും നിർണായകമായ പോയിന്റായി നിലനിൽക്കുന്നു. ഫിലിപ്പൈൻ റീസപ്ലൈ എയർഡ്രോപ്പിന്റെ സമീപകാല തടസ്സം അതിന്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതിൽ ചൈനയുടെ ആക്രമണാത്മക നിലപാടാണ് കാണിക്കുന്നത്. നിരവധി ചെറിയ ദ്വീപുകൾ, പാറകൾ, അറ്റോളുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന സ്പ്രാറ്റ്ലി ദ്വീപ സമൂഹം തർക്കത്തിന്റെ മറ്റൊരു നിർണായക മേഖലയാണ്. ഈ ദ്വീപുകൾ തന്ത്രപരമായി പ്രധാനപ്പെട്ട കപ്പൽ പാതകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്നു. അവ പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ദ്വീപുകളിൽ സൈനിക സാന്നിധ്യം സ്ഥാപിക്കുന്നതിലൂടെ ചൈനയ്ക്ക് ദക്ഷിണ ചൈന കടലിൽ ഉടനീളം ശക്തി പ്രക്ഷേപണം ചെയ്യാനും എതിരാളികളെ അതിന്റെ ആധിപത്യത്തെ വെല്ലുവിളിക്കുന്നതിൽ നിന്ന് തടയാനും കഴിയും. കഴിഞ്ഞ ദിവസമാണ് ദക്ഷിണ ചൈന കടലിൽ ഫിലിപ്പീൻസ് നാവികസേനയെ ചൈന ആക്രമിച്ചത്. 8 ഫിലിപ്പീൻസ് സൈനികർക്ക് ഇതിലൂടെ പരിക്കേൽക്കുകയും ചെയ്തു. 8ലേറെ ബോട്ടുകളിലെത്തിയ ചൈനീസ് കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ഫിലിപ്പീൻസ് നേവി ബോട്ടുകൾക്ക് നേരെ പാഞ്ഞെടുത്തു. ഫിലിപ്പീൻസ് നേവി അംഗങ്ങളെ ചൈനീസ് കോസ്റ്റ് ഗാർഡ് കത്തി, മഴു, ചുറ്റിക തുടങ്ങിയ മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു. തിങ്കളാഴ്ച സെക്കൻഡ് തോമസ് ഷോൾ ദ്വീപിലുണ്ടായിരുന്ന സഹപ്രവർത്തകർക്ക് ആയുധങ്ങളും ഭക്ഷണവും മറ്റും എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ചൈനയുടെ ആക്രമണമുണ്ടായതെന്ന് ഫിലിപ്പീൻസ് നേവി പറയുന്നു. ചൈനയും ഫിലിപ്പീൻസും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന പ്രദേശമാണിത്. ഫിലിപ്പീൻസ് ബോട്ടുകളെ പിന്തുടർന്ന ചൈനീസ് കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ബോട്ടുകൾ തമ്മിൽ ഇടിപ്പിക്കുകയും വാക്കേറ്റം ഉണ്ടാക്കുകയും ചെയ്തു. ഇതിനിടെ ചൈനീസ് കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ഫിലിപ്പീൻസ് ബോട്ടുകളിലേക്ക് നുഴഞ്ഞു കയറി റൈഫിളുകളും മറ്റും പിടിച്ചെടുത്തു. മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നതാണ് പുതിയ സംഭവം. കോസ്റ്റ് ഗാർഡ് അംഗങ്ങൾ ഫിലിപ്പീൻസ് നാവിക ബോട്ടുകളിലേക്ക് കടന്നുകയറി M4 റൈഫിളുകളും ഗതിനിർണയ ഉപകരണങ്ങളുമാണ് പിടിച്ചെടുത്തത്. ചൈനീസ് സൈനികർ തങ്ങളുടെ നാവികർക്കെതിരെ കത്തി ചൂണ്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ ഫിലിപ്പീൻസ് പുറത്തുവിട്ടെന്നും ചൈന കടൽ കൊള്ളക്കാരെ പോലെയാണ് പെരുമാറുന്നതെന്നും ഫിലിപ്പീൻസ് സൈനിക തലവൻ ജനറൽ പറഞ്ഞു. ഫിലിപ്പീൻ കോസ്റ്റ് ഗാർഡ് പറയുന്നതനുസരിച്ച് തങ്ങളുടെ പരമാധികാര അവകാശവാദങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി 25 വർഷം മുൻപ് ഫിലിപ്പൈൻ സേന മുക്കിയ യുദ്ധക്കപ്പലിൽ ഒരു കൂട്ടം നാവികർ താമസിക്കുന്ന സെക്കൻഡ് തോമസ് ഷോളിന് സമീപം അതിന്റെ ബോട്ടുകൾ തടഞ്ഞു. സ്കാർബറോ ഷോൾ മുതൽ നതൂന ദ്വീപുകൾ വരെയുള്ള ഒരു പ്രാദേശിക അവകാശവാദവും ചൈനയുടെ പ്രാദേശിക മേധാവിത്വത്തിന്റെ മഹത്തായ രൂപകൽപ്പനയുമായി യോജിക്കുന്നു. ഫിലിപ്പൈൻ റീസപ്ലൈ എയർഡ്രോപ്പിന്റെ സമീപകാല തടസ്സം ദക്ഷിണ ചൈന കടലിലെ നിയന്ത്രണത്തിനായി നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തലാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളും അവരുടെ സഖ്യകക്ഷികളും ചെറുത്തു നിൽക്കുന്നത് തുടരുമ്പോൾ ചൈനയുടെ ആധിപത്യ അഭിലാഷങ്ങൾ മനസ്സിലാക്കുന്നതിനും ചെറുക്കുന്നതിനുമുള്ള ഒരു നിർണായക വേദിയായി ഇത് തുടരുന്നു. നയതന്ത്ര, നിയമ, സൈനിക തന്ത്രങ്ങളുടെ സംയോജനത്തിലൂടെ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ രാഷ്ട്രങ്ങളുടെയും പരമാധികാരത്തെ മാനിക്കുന്ന സുസ്ഥിരവും നിയമാധിഷ്ഠിതവുമായ ഒരു ക്രമത്തിനായി മേഖലയ്ക്ക് പ്രവർത്തിക്കാനാകും. പാരസൽ, സ്ക്രാപ്ലി ദ്വീപുകൾ എന്നിവ സമ്പന്നമായ മത്സ്യബന്ധന സ്ഥലങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. കൂടാതെ വാതക എണ്ണ നിക്ഷേപങ്ങളാലും. ചൈനയുടെയും വിയറ്റ്നാമിന്റെയും പ്രാദേശിക തർക്കങ്ങളുടെ ഹൃദയഭാഗമാണവ. മേഖലയിലെ തർക്കങ്ങളിൽ തായ്വാന് അവകാശവാദമില്ലെങ്കിലും അതിന്റെ പദവി അന്തർലീനമായി ബീജിംഗിന്റെ അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തായ്വാനെ വേർപെടുത്തിയ പ്രവിശ്യയായാണ് ചൈന വീക്ഷിക്കുന്നത്. ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ അത് ഭൂപ്രദേശവുമായി വീണ്ടും ഒന്നിപ്പിക്കണം. ദക്ഷിണ ചൈന കടലിന്റെ, പ്രത്യേകിച്ച് തായ്വാന് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണം ചൈനയ്ക്ക് കാര്യമായ തന്ത്രപരമായ നേട്ടം പ്രദാനം ചെയ്യും. ഇത് ശക്തി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും തായ്വാനെ അന്താരാഷ്ട്ര പിന്തുണയിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്യും. ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ പ്രവർത്തനങ്ങൾ വെല്ലുവിളിക്കപ്പെടാതെ പോയിട്ടില്ല. നയതന്ത്രപരവും നിയമപരവും സൈനികവുമായ മാർഗങ്ങളിലൂടെ മേഖലയിലെ രാജ്യങ്ങൾ കൂടുതലായി പിന്നോട്ടു പോയി. ഫിലിപ്പൈൻ എയർഡ്രോപ്പുമായുള്ള സമീപകാല സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന പിരിമുറുക്കങ്ങളും ബീജിംഗിന്റെ നിർബന്ധിത തന്ത്രങ്ങളെ ചെറുക്കാനുള്ള
ചെറിയ രാജ്യങ്ങളുടെ ദൃഢനിശ്ചയവും എടുത്തു കാണിക്കുന്നു.